അബു എന്താ പൊന്നെ കുടിയിരിക്ക പൊന്നെ ഏറ്റാ നടന്നു വന്നോണ്ടിരിക്കണാണ്. അതേ കൂടെ വന്നപ്പോ അവിടെ കഫ്റ്റീരിയയിൽ നല്ല പണം, നോമ്പ് ഉണക്കണം, നല്ല കടീൻ്റെ ഒക്കെ പണം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പോയി മേടിക്കാം. നല്ല ടയേർഡാണ്. അതിൻ്റെ ഇടയിൽ കൂടി പർച്ചേസിന് മോളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിഷാനെ പിള്ളേരെ ഇറക്കേണ്ടി വരും. അതിനേക്കാളും ലാഭം ഞാൻ തന്നെ മേടിക്കണേ. നമുക്ക് ആഫ്രിക്കൻ ഫൂഫ് ഉണ്ടാക്കാം. എൻ്റെ അമ്മ, വെയിലത്തുനിന്ന് കയറുമ്പോഴേ ഒരു പ്രത്യേക ഒരു സുഖം. അതിൻ്റെ കൂടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ കിട്ടുന്ന സുഖം വേറെ. ഇന്നെന്താന്നാ ഭയങ്കര ഉറക്കം വരും. വെളുത്തുള്ളി ഉണ്ട്. ഉള്ളി എടുത്തിട്ട് ഉപ്പ് തിരുമ്മി വെക്കാം. അപ്പോൾ ഉപ്പ് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം പീനിളഞ്ഞാൽ സവാളൻ്റെ കുത്തില്ലാണ്ട് നല്ല അടിപൊളി ബജി കിട്ടും. സവാള നല്ല സോഫ്റ്റും ആവും. മുട്ട പുഴുങ്ങാൻ വെക്കാം. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ മുട്ടയാണ്. നമ്മളിവിടെ കോഴിനെ കൊണ്ട് പറഞ്ഞിടിപ്പിക്കുന്ന മുട്ടയാണ്. കാടമുട്ടേനേക്കാളും കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. സ്പെഷ്യലി പറഞ്ഞുണ്ടാക്കിക്കണ മുട്ട. കോഴിനോട് പറയും ചെറിയ മുട്ട ഇട്ടാൽ മതി, എന്നാലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. ആ ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അത് പിന്നെ ഇവിടെ GCC കൺട്രീസിൽ എല്ലാത്തിലും, GCC എന്നല്ല, ഇന്ത്യയിൽ മാത്രമേ കാണാത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഡേറ്റ് ഉണ്ടാവും. വേണ്ട വേണ്ട, ഉരുളക്കിഴങ്ങൊന്നും വേണ്ട. സ്നാക്ക് നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കും സ്പൈസി ആയിട്ടുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ സ്വീറ്റ് നമുക്ക് ഈന്തപ്പഴം പൊരിക്കാം. ഹലോ സാർ, സർക്കസിലാ? സർക്കസിൽ നിന്നെ പോലത്തെ മങ്കിയുണ്ട്. മങ്കിനെ കാണാനാണ് നിനക്ക്? അല്ല കാണുമ്പോ തന്നെ എനിക്ക് സ്കൂളിൽ പോകണ്ട്. പുന്നാരിച്ച ആകെ പറയാനുള്ളതുള്ളൂ. ഒരു കത്തിയാരോ? തെറച്ചു. ഓ, ഇത്ര നേരം എക്സോസ്റ്റ് വർക്ക് ചെയ്യണം. വെറുതെ ഹൂന്ന് പറയുന്നത് വെച്ചത്. ശർക്കര കൊതിനാണ് ഇവനെ. എല്ലിയാണ് എല്ലി. ശർക്കര ഇങ്ങനെ കട്ടുന്നു ഇടക്കിടക്ക്. എന്നോട് പറയണേ ഇന്നല്ലേ ഞാനേ എന്തിനാ അലമാരി തുറന്നതെന്നറിയോ? ഞാൻ വെച്ചാൽ എന്താണ് അത്, അലമാരിൻ്റെ അകത്ത് ശർക്കര ഉണ്ടായി. ഞാനത് പയ്യനെ മൂടി തുറന്നിട്ട് എടുത്തിട്ട് വായിലേക്ക് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ശർക്കര കൊതിനാണ്. എടാ നിനക്ക് കള്ളത്തരമൊക്കെ അറിയാലേ. ഉറങ്ങിയ ആ പുതച്ചുകൂടി കിടന്ന് ഉറങ്ങ. ഓ കൊതിയാ. പണ്ടേ ഉമ്മിയൊക്കെ അടുക്കളയിൽ കയറുന്ന സമയത്തെ ഉമ്മിയൊക്കെ വിളിക്കും ഇങ്ങനെ. ഞാൻ പറയും ഉമ്മി ഉറക്കം തന്നെ, ഉമ്മി കിടക്കട്ടെ, ഉമ്മി ഇരിക്കട്ടെ. ഉമ്മി അപ്പം ഉമ്മി പറയാം അന്നപ്പോൾ കിടന്നോളൂ, എൻ്റെ മോൾക്ക് നോമ്പല്ല. അല്ല ഇപ്പൊ കൊതിയാവണമെന്ന് കിടന്ന് ഉറങ്ങാൻ. TV ഓക്കെ. ബാഡ് ബോയ്സ് ആണ് നോമ്പിന് TV കാണുന്നത്. പണ്ട് വീട്ടിലെ കാഷ്യൂനട്ട്, ബൂസ്റ്റ്, ഹോർലിക്സ്, പാൽപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഉമ്മ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുക, ഒന്നും തരില്ല. ഞാൻ ഇപ്പം എന്തെങ്കിലും കട്ടെടുത്തത്. അല്ല ഞാൻ ഇപ്പോൾ ഇവന്മാരെയൊക്കെ വന്നിട്ടേ ഹോർലിക്സ് ഇതൊക്കെ ഒരു ചോദ്യമില്ല, പറിച്ചിട്ട് എടുക്കുക, തിന്നിട്ട് അങ്ങോട്ട് പോവാ. ഞാനാണിങ്ങനെ ഓപ്പണായിട്ട് വെക്കുന്നതേ. എനിക്ക് എൻ്റെ ഉമ്മി ചെറുതിൽ ഒളിപ്പിച്ച് വെക്കലാണ്. ആവശ്യമുള്ളപ്പോൾ അത്ര ഉമ്മി എടുത്ത് തന്നാൽ തിന്നാ, ഇല്ലെങ്കിൽ തിന്നാൻ പറ്റില്ല എന്നുള്ള രീതി. ഇവന്മാരൊക്കെ ഒന്ന് ചോദ്യം പറഞ്ഞു. ഇപ്പോൾ കട ശർക്കര എടുത്തോണ്ട് പോയി മെയിനായിട്ട് പാൽപ്പൊടിയൊക്കെ എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് വണ്ണാക്ക് ഒട്ടിപ്പോയി. അല്ലാ, ഒരു ദിവസേ ഒരു കഥ പറഞ്ഞുതരാം. ഒരു ദിവസം ഇതേപോലെ ഉമ്മി പാൽപ്പൊടി എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ച്, ഞാൻ എന്നിട്ട്
വലിയൊരു അതായത് ഒരു സ്പൂണിലെടുത്തതിനെ കുറവല്ലേ കിട്ടുള്ളൂ. വലിയ മറ്റേ കയ്യിലുണ്ടല്ലോ അതിലെടുത്തിട്ട് വായിലേക്ക് കിട്ടിയോ ഇങ്ങനെ പിടിച്ചതിനപ്പോഴത്തേക്ക് ഇതോടെ ഒന്ന് കട്ടയായിപ്പോയി. നക്കിയിട്ട് സാധനം വരുന്നില്ല. അവസാനം ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചതാണ്. നഖം കൊണ്ടിട്ട് ആ മോണ പൊട്ടി വായി നിറച്ചും ചോര. ഉമ്മ എന്നിട്ട് ചോദിച്ചാൽ എന്തോ എന്ത് പറ്റി എൻ്റെ മോൾക്ക് എന്ത് പറ്റി? ഞാൻ അറിഞ്ഞൂടെ ഉമ്മി വായിലെന്തോ ഇങ്ങനെ തോണ്ടിയപ്പോൾ ചോര. ഇത് കേൾക്കുമ്പോഴായിരിക്കും ഉമ്മ അറിയണം അന്ന് ചോര വന്നത് മറ്റേ പാൽപ്പൊടി എടുത്തത് വായിലേക്ക് ഇട്ടിട്ടാണെന്ന്. അന്ന് മുതൽ ഇന്നത്തേക്ക് എത്രയോ വർഷമായി, അന്ന് മുതൽ ഇന്ന് വരെ ഉമ്മിക്ക് അറിഞ്ഞൂടെ അന്ന് ചോര വന്നത്. ഉമ്മിയുടെ അറിഞ്ഞൂടെ ഉമ്മി വായിന്ന് ചോര വന്ന്. ഇന്ന് പേടി എന്താ, വായിന്ന് ചോര വന്നത് പോരാണ്ട് പാൽപ്പൊടി എടുത്ത് കഴിച്ചതിന് അടുത്തതിന് അടി കിട്ടോ. സത്യം ഞാനന്ന് മറച്ചു വെച്ച്. ഈ ഈത്തപ്പഴം മുക്കിപ്പൊരിക്കാനുള്ള മാവാട്ടാ. മൈദപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട് ഞാൻ. അതിൽ കുറച്ച് ഉപ്പിട്ട് ഇനി കുറച്ച് കടലപ്പൊടി കുറച്ച് മതി കേട്ടോ. ഞാൻ നോക്കിയേ ഇച്ചിരി എടുത്തിട്ടുള്ളൂ, കാരണം ഇത്രയല്ലേ മുക്ക പൊരിക്കാനുള്ളൂ. ഓക്കെ ഗെയ്സ്, അപ്പം നമുക്ക് ഈ സവാളൻ്റെ വെള്ളം നമുക്ക് നല്ലപോലെ പിഴിഞ്ഞാൽ സാലറി കിട്ടിയില്ലടാ. സാലറി കിട്ടിയാ? ചുണ്ട് എന്തെങ്ങനെ ഇരിക്കണത്? ഡ്രൈ ആയിട്ട് ചുണ്ട് എന്തെങ്കിലും നനച്ചോടുക്ക്. ആ സാലറി കിട്ടിയാ? ഇല്ലേ, കിട്ടിയില്ല. കിട്ടിയില്ലേ? വലിയ കാര്യമായി പോയി. 1000 സ്വലാത്തോലോ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, സവാളയിലേക്ക് കൊഞ്ചം ഇഞ്ചിയും ഇന്ന് ഫുള്ള് കടലപ്പൊടിൻ്റെയും മൈദൻ്റെയും കളിയാണ്. ഇത്രയും മതി, അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ കൊള്ളൂല. കുറച്ചധികം പെരുംജീരകമാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത്. യുനോ, നമുക്കിതോട് കുഴക്കാം. ഓ ഇന്നലെ പൊട്ടിയാ നഖത്തിൻ്റെ ഇടയിലോട്ട് കയറിപ്പോയി. ഇച്ചു ഒന്ന് വന്നേടാ. അതിനല്ല, ഇതൊന്ന് കുഴച്ചെന്ന് നല്ലോണം തന്നെ ബ്ലാഞ്ചി തന്നെ. എൻ്റെ കയ്യെ നഖം മുറിഞ്ഞുകൊണ്ട് കുഴക്കാം. കയ്യേ ഓ ഇന്നലെ നഖത്തിൻ്റെ ഉള്ളിൽ പൊട്ടി കുഴക്കുമ്പോൾ എല്ലാം അതിൻ്റെ അകത്തോട്ട് കയറിപ്പോണം. ഭയങ്കര പെയിൻ. അപ്പം നമുക്കേ ഇവിടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ അനിയനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കുഴക്ക് നല്ലപോലെ കുഴച്ച എന്ത് കുഴക്കാനാ പറഞ്ഞത്. എക്സ്പ്രഷൻ കണ്ട് വേറെ എന്താണ്ടൊക്കെ പോലെ ഉണ്ട്. ആ വെള്ളം ഒഴിക്കാം. അവിടെ ഞാൻ എടുത്തരാം. മതിയാ? അല്ല, അത് കുഴക്കുമ്പോ ഒരു നിങ്ങക്ക് ലൂസ് കിട്ടണുണ്ടോ? ഓക്കെ. ഉപ്പ് നോക്കട്ടെ നാക്കത്ത് മാറി നോട്ടെ. മതി മതി മതി. അല്ല ഇന്ന് നശിപ്പിക്കല്ലേ. ഇപ്പൊ കൊച്ചിനെ എടുക്കാൻ പറഞ്ഞ കൊച്ചിനെ കൊന്നിട്ട് വരുമല്ലോ. അയ്യോ ഇതിപ്പോ അങ്ങോട്ടൊക്കെ തെറിക്കും. മതി. എന്റെ മക്കളെ ഇതാരാണ് ഈ വന്നത്? കോഴിക്കോട് കൂട്ടിയിട്ട് തിന്നിട്ട് പോയത്. മാറിയത്. അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഏകദേശം ഒതുങ്ങിയിട്ടില്ല, ഇനി തുടങ്ങുള്ളൂ.
കേട്ടോ മുട്ട കൊലിക്കണത് ചുമന വീഡിയോയിൽ കാണിക്കും. എല്ലാരും അറിയട്ടെ എൻ്റെ അമ്മ പണിയെടുക്കുന്നു ഇവിടെ. എന്റെ മക്കളെ ഇതാരാണ് ഈ വന്നത്? കോഴിമുട്ട പുരിഞ്ഞിട്ട് തിന്നിട്ട് പോകുന്നത്. ചേട്ടാ ഒരു കയ്യിലെടുത്തന്നേനാ മരത്തിന്റെ കയ്യിൽ, മരത്തിന്റെ കയ്യിൽ. ആ അതന്നെ. ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അളിയനെ കിട്ടിയോണ്ട് കൊള്ളാം. പെട്ടെന്നാണ് ഓർമ്മ വന്ന മൈക്ക് നെഞ്ചത്തിരിക്കണ കാര്യം. കൊള്ളില്ല ഉള്ളെന്തോ നമുക്കേ ഫസ്റ്റ് ഈന്തപ്പഴം പൊരിക്കാം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുരമുള്ള കടി ആദ്യം പൊരിച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിൽ തന്നെ അടുത്തത് പൊരിക്കാം. ഇല്ലെങ്കിൽ മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ ബജി ഇട്ട് കഴിഞ്ഞാൽ ഈന്തപ്പഴം ഇതിൽ പൊരിക്കാൻ പറ്റില്ല. ഈ ഒരു എലാസ്റ്റിസിറ്റി ഉണ്ട് മാവിൻ്റെ, അത് കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ അടിപൊളിയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇത് കാണിച്ചേ, ഇപ്പോൾ മാവ് കാണിച്ചേ, ഇതിങ്ങനെ വേണ്ട ഇങ്ങനെ ഇട്ടണണ്ട. ഈ ഒരു എലാസ്റ്റിസിറ്റി കിട്ടണണ്ട, അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കിട്ടും. ഫുള്ള് ഈന്തപ്പഴത്തിൽ നല്ലപോലെ കോട്ട് ചെയ്ത് കിട്ടും. എന്ത് സാധനമാണത്? എന്തിന്റെ ബില്ല്? ഇവന് നിങ്ങളെ പറ്റിക്കാൻ നിങ്ങളെ കൂടെ വന്നത് കള്ളൻ. ഓ കൊറേ ബില്ലായില്ല ഫുള്ള്. ഓ ഏറ്റവും കൂടുതൽ പൈസ റിസാന്റെ മിഠായിക്ക്. എടാ നീ പറ്റിച്ച വാപ്പിന. അതാ മറ്റു മിഠായില്ലേ ഡയമണ്ടിന്റെ? മനുഷ്യനെ മാഷും റോട്ടിന്ന് പൊട്ടിച്ചപ്പ അത് ഇവിടെ എത്തിട്ട് പൊട്ടിച്ചാ പോരായിരുന്നു. അത് മുഴുവൻ കളഞ്ഞില്ല അപ്പ. എന്താടാ സിസ് പീസ് കളഞ്ഞു, സിസ് പീസ്. ചെറുവിരലിടും. ആ ഇനി നക്കിക്കേ 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 നോക്കട്ടെ. എടാ നക്കിക്കേ നോക്കട്ടെ. ഓ മോതിരോ ഡയമണ്ട് ഒക്കെ തിന്നത് റിച്ച്. ഉള്ളി വടയായിട്ട് വേണോ പക്കോടായിട്ട് വേണോ? എപ്പോഴുണ്ട് പക്കോടായിട്ട് മതി. ആ മനസ്സിലായി. ആ ഓക്കെ ഓക്കെ, നമ്മുടെ പക്കോട റെഡിയായി. പക്കോട ഞാനത് കാണുള്ളല്ലോ കഴിയും. ഞാനേ അധികം ഇതൊന്നും വേണ്ട, അധികം അലങ്കോലപ്പണികളൊന്നും വേണ്ട. എണ്ണയിൽ പൊരിച്ചതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇരുന്നതാണ്. പക്ഷെങ്കിൽ ഇന്നലത്തെ ഞാനത്തെ കട്ട്ലേറ്റിൽ 4 കൂടി ബാക്കിയുണ്ടായി. ഇന്നലെ ബ്രെഡ് പൊടി തീർന്നു പോയതുകൊണ്ടിട്ട് പൊരിക്കാത്തത്. അപ്പം ഞാൻ വിചാരിച്ച തട്ടിക്കൂട്ടൊരു സാധനം ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ 4 മുട്ടയെടുത്ത് ഞാൻ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതാ കണ്ട കട്ട്ലേറ്റ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കും. ഇപ്പോൾ നേരത്തെ ഇതുമുണ്ട്, മറ്റേ ഈന്തപ്പഴം മുക്കി പൊരിച്ച മാവ് ബാക്കിയുണ്ട്. അപ്പം എല്ലാം കളയണ്ടല്ലോ, കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് ആവശ്യം ഉണ്ടായിട്ടല്ല. അപ്പം നമുക്ക് അതെന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി നോക്കാം. സ്ഥാനത്തിൽ ഈ സാധനം ഞാൻ മുമ്പ് ഉണ്ടാക്കാറുണ്ട്,
ഇത് നമ്മുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ, ഇത് പരീക്ഷണം എന്ന് പറയാൻ പറ്റില്ല, ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് അത്രയുള്ള മാവ് ഇല്ല ആക്ച്വലി. അപ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പൊത്തി പൊതിനൊക്കെ എടുത്ത് പാച്ച് വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കണം. പൈത മക്കളെ പിടിക്കണ പോലെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയായി കിട്ടിയാലോ. അയ്യോ, ഒരു സൈഡ് അടച്ചു വരുമ്പോൾ ഒരു സൈഡ് തുറന്നു. പിന്നെ എന്താണെന്നറിയോ, മസാല കുറവായിട്ടാണ്. ഇനി നമുക്കധികം അലങ്കോലാക്കണ്ട, അടഞ്ഞാത്തോടെ ഇരിക്കട്ടെ. ഇനി അധികം അയ്യോ ഇത് നമ്മളെക്കാളും തറയാടാ. ഭയങ്കര കുരുത്തം കേട്ടോ കട്ട്ലേറ്റ്. കുറച്ച് ഫെവിക്കോൾ ഇട്ടിക്കട്ടെ തോന്നി. ഇനിയാണ് നമ്മുടെ യുദ്ധക്കളം ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. എന്താവോ എന്താ നോക്കി നോക്കട്ടെ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ, അതൊക്കെ നല്ലത്. മറ്റേ രീതിക്കാകുമ്പോളേ ചിരിക്കണ്ട. എന്നോട് അതിൻ്റെ കളി. മുട്ടയെ കളിക്കല്ലേ. പകുതി വേണ്ട മോനെ, ഇത് മുഴുവൻ മുട്ട തന്നെ വേണം. മുട്ട മറിക്കുമ്പോൾ എന്താണെന്നറിയോ, ആ മുട്ട എന്നെ നോക്കിയിട്ട് ചോദിക്കണേ, എന്നെ മറിച്ചിടാനൊക്കെ നീ ആയാ, കാരണം ഇങ്ങനെയാണ് അതിനെ കിട്ടത്. നമ്മളെന്തെന്നറിയോ, ഐഡിയ പരമായിട്ട് ഇങ്ങനെ ആദ്യം തന്നെ ഇത്തിരി എണ്ണ ഇങ്ങനെ കോരി വീത്തിയിട്ട് അവിടെ മുരിച്ചെടുക്കും. അപ്പോൾ എന്തേലും മറിച്ചിട്ടാലും ഒലിച്ചു പോവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ജർമ്മൻ ടൂണ്ട. ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇനി ഇതിൻ്റെ ഭംഗി വരണം എങ്ങനെയാണെന്നറിയോ, നമ്മളിങ്ങനെ പയ്യനെ അയ്യവ നോക്ക് മക്കളെ. എന്താണ്ടത്, ഉണ്ണീൻ്റെ വലിപ്പം നോക്കിക്കേ. അടാ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആ വെറുതെ ആ മാവും മസാലയൊക്കെ കളഞ്ഞെങ്കിൽ നമുക്കിത് കിട്ടൂല. ഞാൻ ഇങ്ങനെ തിരിച്ചു വെച്ചരാം. എന്തുവാനത് തോന്നിവാസോ? തോന്നിവാസം ലൈറ്റ് അടിക്കുമ്പോ വൈറ്റ് കളറായിട്ട് തോന്നിവാസോന്ന്. വേണ്ട, ഡെയിലി വെള്ളം ഒഴിക്കണ്ട, അവരോട് മാറി. എന്ത് സാധനം തന്നെ കാണിച്ചേ നോക്കട്ടെ. അതെന്തുപോലത്തെ കുമ്പട്ടിങ്ങനും അവിടെ കാണിച്ചേ. ആടാ ബാപ്പിന്റെ സ്റ്റൈലാട്ടാ. ഇതിപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്തു, ഇവിടെ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിഷാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്താണിത്? കൈക്ക് വെറുതെ എടുക്കാം. ഓവറാക്കി ചളാക്കലൊക്കെ ഇത് കാണണം. സൂപ്പറാണ്, അടിപൊളി. അടിപൊളി സൂപ്പർ പറഞ്ഞേ. അടിപൊളി സൂപ്പർ പറഞ്ഞേ. അല്ല നീ പറഞ്ഞ പിന്നെ ആടിക്കളിക്കണ അപ്പൊ നമ്മള് റിൽവാനിക്ക് ഭയങ്കര നാവിലൊക്കെ കാൽസ്യം കുറഞ്ഞിട്ട് കുഞ്ഞു കുരുക്കൾ വന്നേക്കാം. അപ്പൊ അതിന്റെ ടാബ്ലറ്റ്സ് മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. നടക്കും
വേറെ ആളാണ്. റെയിൽവേ നിക്കടാ. നമുക്ക് ഭൂരിക്കുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടേ വെക്കാം. അതാകുമ്പോൾ പ്രസ് ചെയ്യണ സമയത്ത് നല്ല ഈവനായിട്ട് കിട്ടും. ഈ എലാസ്റ്റിക് പോലെ വലിഞ്ഞ് തിരിച്ചങ്ങോട്ട് പോവില്ല. അപ്പോൾ ഞാൻ ഈ മാവിൽ കുറച്ച് ഓയിൽ ഇപ്പോൾ വീത്തിയിട്ടാണ് ബോളാക്കിക്കൊണ്ടിരിക്കണേ. കാണിച്ചു. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം ഭൂരി മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയ മുട്ടക്കറി. അപ്പോൾ ഇന്നലത്തെ കടലക്കറി കുറച്ച് ബാക്കിയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.